സുജൂദുകൾ അധികരിപ്പിക്കും. ഫർള് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്, അവർ ഫർള് മാത്രമേ നിസ്കരിക്കൂ. പിന്നെ എന്തിനാ മോനെ സുന്നത്ത്? മുമ്പും ശേഷവും സുന്നത്ത് വെച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ, അത് നിസ്കരിക്കാനുള്ളതല്ലേ. സുന്നത്തല്ലേ ഉസ്താദെ? ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ, അതന്നെ സുന്നത്തല്ലേ. അങ്ങനല്ല, സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റേതായ മഹത്വവും സ്ഥാനവും പ്രതിഫലവുമുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച എത്ര വർഷത്തെ പ്രതിഫലം? ഒന്നുറക്കെ പറ, എത്ര കൊല്ലത്തെ പ്രതിഫലം? 12 വർഷം. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കരിച്ച. മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുമോ? രാത്രി നിസ്കാരമല്ല, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ഇന്നിനി നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, ഇനി നാളെയേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുമോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനായി, ഷാജാറുസ്ഥാനറായി കേട്ടോ. ഇന്നത്തെ വയലുകൊണ്ട് ഇൻഷാ നമുക്ക് കണ്ടിരിക്കും പോകാം. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. വയലെന്ന് പറഞ്ഞാൽ പിരിവൊന്നുമല്ല. വയലെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, നമ്മൾ പറയുന്ന 2 മണിക്കൂർ വയല് പറയുന്നതിൽ നിന്ന് ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ രക്ഷപ്പെട്ടു. അതിനാ വയല്. ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇത്രയും നേരം പ്രസംഗിച്ചതിൽ നിന്ന് ഒരു വക്കത്ത് നിസ്കരിക്കാൻ, ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ അത് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? അപ്പോൾ എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. ബാ, മുത്തല്ലിയും ഉറങ്ങുന്നവനെ വിട്ടേരാ. വാടാ മക്കളെ, വാ ദുആ ചെയ്യാം. ബാ ദുആ ചെയ്യാം. ബാ ഇങ്ങടുത്ത് വാ. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, കഴിഞ്ഞു. പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി, എല്ലാം എങ്ങോട്ടോ പോകണമെന്നറിയാതിരിക്കുക. വാ എല്ലാവരും വാ, ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും ഈ രാജ്യത്ത് തന്നെയാണ് ജനിച്ചത് എന്നുള്ള തെളിയിക്കേണ്ട കാലം എത്തി. വാ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട്ടിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ നമ്മുടെ വീട്? നമ്മുടെ വീട് എവിടാ? ഖബറാ. നമ്മുടെ വീട് ഏതാ ചങ്ങാതി? സ്വർഗം. നമ്മുടെ വാപ്പ അവിടെയല്ലേ ജനിച്ചേ, ആദം നബി. നമ്മുടെ ഉമ്മ എവിടെയല്ലേ ജനിച്ചേ? അപ്പം നമ്മുടെ വീട് അതാ, നമുക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? ഈ മഗ്രിബിൻ്റെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അവ്വാബി നമസ്കാരം അറിയോ? ഇല്ല. പണ്ടുള്ളവരോട് ചോദിച്ചാൽ മതി. പ്രായമുള്ളവരോടൊക്കെ ചോദിക്കണം, ഉസ്താദന്മാരോട് ചോദിക്കണം. അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. 2 റക്അത്ത് വീതം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതി 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത്, ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അവ്വാബി നമസ്കാരം എന്ന കിതാബിലൊക്കെ കാണാം. ആ നിസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസ്സലാം, മറ്റൊന്ന് ഇദ്രീസ് നബി അലിഹിസ്സലാം. ഇവർ 2 പേരും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ് ഈ 2 പ്രവാചകന്മാരും ജീവിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചരിത്രം വായിച്ചു നോക്കണം. എങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്രായിൽ അലിഹിസ്സലാമും തമ്മിൽ ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരും അസ്രായിൽ അലിഹിസ്സലാം. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തേപ്പോ ആമീൻ പറയാനൊരു മടി? അള്ളാഹു അസ്രായിലിനെ കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചോദിക്കും, സിറാജ് ഉസ്താദ് റൂഹ് പിടിക്കാനല്ലേ ആ ചങ്ങാതി വരുന്നേ? അപ്പോൾ പേടി. റൂഹ് പിടിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് അസ്രായിലിനെ കാണണോ? നാളെ കാണണോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നാളെ സുബഹി നിസ്കരിക്കാൻ വന്നാൽ മതി. എല്ലാവരും വീട്ടിൽ നിന്ന് ഒതുവൊക്കെ എടുത്ത് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ആ പള്ളിയുടെ കവാടത്തിൽ
ആ പള്ളിയുടെ കവാടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ പള്ളിയുടെ വാതിലിൽ നിൽക്കുമെന്ന അസ്രായിൽ അലിഹിസ്സലാം ചിരിക്കുന്ന മുഖത്തോടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യും അസ്രായിൽ അലിഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്തത് ആരുടെ കുഴപ്പം? നമ്മുടെ കുഴപ്പം. നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന അതേ രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവരെ മുസാഫഹത്ത് ചെയ്യാൻ 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയത്തും പള്ളിയുടെ വാതിലിൽ അസ്രായിൽ അലിഹിസ്സലാം നിൽക്കുന്നുണ്ട്. കാണാൻ കഴിയാത്തത് സിറാജിന്റെ പോരായ്മ, കാണാൻ കഴിയാത്തത് നിങ്ങളുടെ പോരായ്മ. അത് കാണേണ്ട സമയമാകുമ്പോൾ അള്ളാഹു കാണിച്ചു തരും. ഈ കണ്ണങ്ങട്ട് തുറക്കും. കണ്ണങ്ങട്ട് നല്ലതുപോലെ തുറന്നാ നമുക്ക് കാണാൻ പറ്റാത്ത പലതങ്ങട്ട് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സദസ്സ് ഇതിൻ്റെ ചുറ്റുഭാഗം മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാര് കാത്തു നിൽക്കുകയാ. ഇവിടെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ട്, ഇവിടെ അനുഗ്രഹം ഇറങ്ങുന്നുണ്ട്, ഇവിടെ കാരുണ്യം ഇറങ്ങുന്നുണ്ട്, ഇവിടെ ഐശ്വര്യം ഇറങ്ങുന്നുണ്ട്. അള്ളാഹു നമുക്കതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്രായിൽ അലിഹിസ്സലാമും തമ്മിൽ വലിയൊരു കൂട്ടുബന്ധം, ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, അസ്രായിലെ മരണത്തിന് വലിയ വേദനയാണെന്ന് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് മരണത്തിന് വലിയ വേദനയാണ്. ആ മരണത്തിൻ്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? എന്നെ ഒന്ന് മരിപ്പിക്കുമോ? എന്നെ മരിപ്പിച്ചിട്ട് ജീവൻ ഇങ്ങ് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഈ മരണത്തിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകും. എനിക്കൊന്ന് ഒരുങ്ങാൻ വേണ്ടിയാ. അസ്രായിൽ അലിഹിസ്സലാമിനോടൊരാഗ്രഹം പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ ഇദ്രീസ് നബി ഇങ്ങനൊരു അഭിപ്രായം പറയുന്നു, എന്ത് ചെയ്യണം പടച്ചോനെ? അള്ളാഹു പറഞ്ഞു, ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, മരണത്തിൻ്റെ വേദന അനുഭവിച്ചു, റൂഹ് തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? വല്ലാത്ത കഷ്ടം, വല്ലാത്ത പ്രയാസം, വല്ലാത്ത വേദന. അങ്ങനെ മരണം കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹി സ്വലാം അസ്രായിൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, രണ്ടാമതൊരാഗ്രഹമുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ അദാബ് കൊണ്ട് നിറച്ച നരകം അതെനിക്കൊന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ. ഇദ്രീസ് നബി കാണണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗം കൂടെ എന്നെ ഒന്ന് കാണിച്ചു തരണം. ഇദ്രീസ് നബിയുടെ അവസാനത്തെ ആഗ്രഹമാണല്ലോ. അസ്രായിൽ അലിഹിസ്സലാം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അവിടെ നിന്ന് പടച്ചുറമ്പ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്രായിൽ അലിഹിസ്സലാമും കൂടെ സ്വർഗത്തിൻ്റെ മുന്നിലെത്തി. അസ്രായിൽ അലിഹിസ്സലാം പറഞ്ഞു, നബിയെ ഈ കാണുന്നതാണ് സ്വർഗം, കയറി കണ്ടിട്ട് പെട്ടെന്നിറങ്ങി വന്നേക്കണം. എന്താ പറഞ്ഞേ? കയറി കണ്ടിട്ട് പെട്ടെന്നിറങ്ങി വരണം, ഞാനിവിടെ നിന്നോളാം. കയറ്റി വിട്ടു. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കാം. സ്വർഗത്തിലെ കൊട്ടാരം, അരുവികൾ, പഴങ്ങൾ, അള്ളാഹുവെ പദവികൾ, ഇങ്ങനെ എല്ലാം നടന്ന് 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 കാണുക. അസ്രായിൽ അലിഹിസ്സലാം ക്ഷമയോടുകൂടി നിൽക്കുക. അവസാനം കുറേ കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ വിളിച്ചു, വാനബിയെ ഇറങ്ങി. ഞാൻ വരൂല. എന്താ പറഞ്ഞേ? ഞാൻ വരൂല. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, വാനബിയെ, ഞാൻ വരൂല. അസ്രായിൽ അലൈഹിസ്സലാം വിളിക്കുന്നു. ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. രണ്ടുപേരും തമ്മിൽ തർക്കമായി. വാക്ക് പറഞ്ഞിട്ട് കയറിയതല്ലേ, ഇറങ്ങി വരണില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. എന്താപ്പാ, ഒന്ന് പോയിട്ട് ആ വിഷയം ഒന്ന് പരിഹരിക്ക്. ഒരു മലക്ക് വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാമിനോട് കാര്യങ്ങളൊക്കെ തിരക്കി പറഞ്ഞു കൊടുത്തു. എൻ്റെ പൊന്നു മലക്ക്, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങാതി കയറിയിരിക്കണേ, ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ അലൈഹിസ്സലാമിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് മലക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തപ്പാ ഇറങ്ങി വരാത്തെ? നിങ്ങൾ പറഞ്ഞിട്ട് കയറിയതല്ലേ, എന്തു പറ്റി? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ 3 മറുപടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു തരുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു 3 മറുപടികളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എല്ലാവരും മരണത്തിൻ്റെ രുചി അനുഭവിക്കും. മരണത്തിനൊരു രുചിയുണ്ട്, ഒരു വേദനയുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിൻ്റെ വേദന അനുഭവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ഒരാൾ ഒരു വട്ടമേ മരിക്കത്തുള്ളൂ. ആ മരണത്തിൻ്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഒരാൾ ഒരിക്കലല്ലേ മരിക്കൂ, 2 വട്ടം മരിക്കത്തില്ലല്ലോ. അല്ല പറഞ്ഞു അനുഭവിക്കുമെന്ന് ഞാൻ അനുഭവിച്ചു. 2, അള്ളാഹു പറഞ്ഞു എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ളാഹു പറഞ്ഞു. ഞാൻ നരകവും കണ്ടു. എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നില്ലേ, ഞാൻ നരകം കണ്ടു. 3-മതായിട്ട് പറഞ്ഞു
സ്വർഗത്തിൽ കയറിയ ഒരാളെ അള്ളാഹു പുറത്താക്കാറില്ല. അതുകൊണ്ട് ഇനി അല്ല എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ ഞാൻ വരില്ല. ഇനി എന്നെ അള്ളാഹു ഇവിടെ നിന്ന് ഇറക്കി വിടണം, ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരില്ല എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിട്ടേക്കാൻ പറഞ്ഞു, അവിടെ തന്നെ നിൽക്കട്ടെ, നീ നിന്റെ കാര്യം നോക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ സ്വർഗത്തിൽ കയറിപ്പറ്റിയ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഇത് ചിരിക്കാനുള്ളതല്ല, ഇതിനകത്ത് പഠിക്കാൻ വലിയ ഒരു പാഠമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് സ്വർഗം. ഈ സ്വർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി കണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു. സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടു. എന്നിട്ട് മുത്തുനബി തിരിച്ചിറങ്ങി വന്നു, അവിടെ നിന്നില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നു, ഇതാണ് സ്വർഗം. ആ സ്വർഗം ഇതാണെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ആഗ്രഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് പോലും അള്ളാഹുവെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ പോകാൻ സിറാജിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ആ സ്വർഗത്തിലേക്ക് ഒരു സ്വർഗമല്ലേ ഉള്ളൂ. ആ സ്വർഗം തുറക്കുന്നത് മുത്തുനബിയാണ്. മുത്തുനബിയുടെ സഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, മഹാന്മാര്, ആലിമീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരൊക്കെ കിടക്കുന്ന ഈ സ്വർഗത്തിൽ പോകാൻ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്? ജീവിതത്തിൽ നിസ്കരിച്ച ഒരു വക്കത്തെങ്കിലും അള്ളാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ കൈമലർത്താനേ നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴി മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന് ജീവനായിരുന്നു. നമ്മളെ പോലെയല്ല, നമ്മളെ പോലെ കപട സ്നേഹമല്ല. റബീഉൽ അവ്വൽ മാസം മാത്രം കടന്നു വരുമ്പോഴുള്ള സ്നേഹമല്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. സ്നേഹിച്ചാൽ തിരിച്ചു കൊടുക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. മുത്തുനബിയുടെ കണ്ണ് പോലും നിറഞ്ഞുപോയി. ഒരിക്കൽ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുന്നു. ആ സ്വഹാബിയോട് ചോദിച്ചു, സ്വഹാബി റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്നേഹം കൂടിയപ്പോ അവിടെന്ന് ചോദിക്കുകയാ, നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകനോട് വലിയ സ്നേഹം. മുത്തുനബിക്കും തിരിച്ചങ്ങനെ തന്നെ. ഈ സ്നേഹം കണ്ടപ്പോ ഒരിക്കൽ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അത് എല്ലാവർക്കും കിട്ടുന്നൊരവസരമല്ല. ചിലപ്പോൾ ഉസ്താദന്മാർ, ചിലപ്പോൾ വാപ്പ, ചില ഉമ്മ മക്കളുടെ സ്നേഹം കൊടുക്കുമ്പോൾ എന്ത് വേണം ചോദിക്കും. മുത്തുനബിയും ചോദിച്ചു, നിനക്കെന്ത് വേണം? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് ഒന്നേ ഒന്ന് മതി, എനിക്കൊരേ ഒരു കാര്യം മതി. നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം, കൂട്ടുകാരനാകണം. സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. വല്ലാത്തൊരു ചോദ്യമായി പോയി. മുത്തുനബി ചോദിച്ചു, അവു ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ഈ ദുനിയാവിലെ വല്ലതും വേണമെങ്കിൽ ചോദിക്ക്. സ്വർഗമല്ല, വേറെ എന്തെങ്കിലും വേണോ? പണം വേണോ? അധികാരം വേണോ? കൊട്ടാരം വേണോ? എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട നബിയെ, എനിക്ക് സ്വർഗം മതി. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കു പറഞ്ഞാൽ പാലിക്കണമല്ലോ. മുത്തി നബി പറഞ്ഞു, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? കൈവൊക്കിയല്ലോ എല്ലാവരും കൈവൊക്കിയല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം. എൻ്റെ കൂട്ടുകാരനാക്കിയിട്ട് കൊണ്ടുപോകാം, എൻ്റെ ചങ്ങാതിയായി നാളെ സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നന്മകൾ പറഞ്ഞു. 5 നല്ല കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന 5 നല്ല കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ മുത്തുനബിയുടെ കയ്യെ പിടിച്ച് സ്വർഗത്തിലൂടെ നടക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയെ ഒന്ന് സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹണ്ട മുത്തുനബിയെ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൊക്കാത്ത ആളെ ഞാൻ നോക്കട്ടെ. എല്ലാവരും ഉണ്ടോ? അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. മദീനത്ത് പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നിൻ്റെ ചെറിയ കൂരയ്ക്കകത്ത് കാണാൻ ഇങ്ങോട്ട് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഓതുവോ? പോരാ, ഓതുവോ? ഉറക്കപ്പുറ ഓതുവോ? അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ആയത്ത് കേൾക്കണമെങ്കിൽ ഒരു 11:30 വരെ ഇവിടെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. എത്ര മണി വരെ ഇരിക്കണം? ഒരു 11:30 വരെ ഇരിക്കണം. ക്ഷമയുണ്ടോ എന്ന് നോക്കട്ടെ. പെട്ടെന്നൊന്നും നടക്കണ കാര്യമല്ലല്ലോ. ക്ഷമയാണല്ലോ വേണ്ടത്. ഏതൊരു കാര്യത്തിനും ക്ഷമയാണ് ആദ്യം വേണ്ടത്. അപ്പം ക്ഷമിക്ക്, സഹിക്ക്, സമാധാനത്തോടു കൂടി കാണാം. റോഡിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരാരാ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കൂട്ടുകാരായി നടക്കാൻ ഭാഗ്യം കിട്ടുന്നവരാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ തരാം സ്വർഗം, വേണ്ടവർക്ക് ഞാൻ തരാം. നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കാ. അതിന് ചെയ്യേണ്ട 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് മുത്തുനബി ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു. എന്തേ പറഞ്ഞു കൊടുത്ത 1ാമത്തെ കാര്യം? ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ. സ്വഹാബാ, സുജൂദുകൾ ആരാണോ അധികരിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവര് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 വഖത്ത് ആരൊക്കെ നിസ്കരിക്കുന്നവരുണ്ടോ അവര് നാളെ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇന്ന് നിസ്കരിക്കാത്തത് ഒരു വലിയ പാപമായി പുതിയ തലമുറ കാണുന്നില്ല. അത് പാപമാണെന്ന് കള്ളുകുടിയും പെണ്ണുപിടിയും പലിശ തീറ്റി ഇതൊക്കെ പാപം. നിസ്കരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല തന്നെ. എന്തിനാ വെള്ളിയാഴ്ച പോയാൽ പോരെ? ജുമായ്ക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ? എന്തിനാണ് രാവിലെ 4 മണിക്കും ഒക്കെ പോകുന്നത്? വല്ലപ്പോഴും സമയമുള്ളപ്പോൾ 1-2 വക്കത്ത് മഗ്രിബ് ഇശായോ വല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഈ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ. നമുക്കിപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ടവർ യുവത്വം അല്ലേ, അത് പൊളിക്കാനുള്ളത് ഇങ്ങനെ നടക്കുക. ഇപ്പം വേണമെങ്കിൽ ചോദിക്കുക, എന്തേ ഉസ്താദെ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നിസ്കാരം ഉസ്താദന്മാർക്ക് വേറെ വിഷയമൊന്നുമില്ലേ? എന്ന് നോക്കിയാലും നിസ്കാരം, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? പിന്നെ എന്തിനെ കുറിച്ച് പറയണം സഹോദര? പിന്നെ നിസ്കാരമല്ലാതെ എന്തേ പറയണ്ടേ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ മുത്തുനബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടാ. ആ മരിക്കുന്ന സമയത്ത് പോലും, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തുനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ മരണത്തിൻ്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ? അതില്ലെങ്കിൽ മുത്തുനബി അത് പറയുമായിരുന്നോ? ആ മരണത്തിൻ്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ? നമുക്കത് നിസ്സാരം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്തായി സഹാബി കിടക്കുന്നേ. ഇന്നും മദീനത്ത് ചെന്നാൽ കാണാം 2 പേര് വലത്തും ഇടത്തും കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ഈ സഹാബി പറയുകയാ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖള ആക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്തായി പോകും, കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞ ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ കാണും? മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കണ എത്ര പേര് കാണും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, കാരണം എന്താ? കാരണം നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം എന്താ? നമ്മുടെ താത്താമാര് വിചാരിച്ചിരിക്കുന്നത്, സിറാജ് ഉസ്താദെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, അടുക്കളയിൽ കയറി ശരീരം വിയർത്താൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ. ഇതൊക്കെ ആരാ പറഞ്ഞെന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? കാരണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിൽ പലരുടെയും വീടിൻ്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ചിട്ട് ചിലപ്പോൾ നിന്റെ വാപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഒരാളുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഇങ്ങനെ കിടക്കണ ഈ വാപ്പായ്ക്കും ഉമ്മായിക്കും നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നിസ്കാരം നിർബന്ധമുണ്ടോ? നമ്മുടെ കാര്യം പോകട്ടെ, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്ത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നു, കടന്നു നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം, അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിച്ച് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. പക്ഷെ നമുക്ക് എന്ത് രോഗമാവാപ്പാ? നമുക്ക് എന്താ ചെറുപ്പക്കാരെ, എന്ത് അസുഖത്തിന്റെ പേരിലാ ഞാനും നിങ്ങളും നിസ്കാരം മുടക്കുന്നത്? നിസ്കാരം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം, കളിയും ചിരിയൊന്നുമല്ല. നമസ്കാരം അങ്ങനെ കളിയാക്കി കളയേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു. ആ ഹജ്ജ് ചെയ്തിട്ട് അവസാനം അവിടുന്ന് വിടവാങ്ങുകയാണ്. അവസാനം അവിടുന്ന് കഅബയിൽ നിന്ന് പിരിയുമ്പോ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വമൗതതൻ ഫീ ബലദി നബിയിക. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ കണ്ണുതള്ളി നിന്ന് പോയത്. അവിടുന്ന് പറഞ്ഞു, അല്ലാ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്. എവിടെ കിടന്ന്? വമൗതതൻ ഫീ ബലദി നബിയിക, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാന്. ഇത് വല്ലാത്ത ഒരു മോഹമായിരുന്നു, നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലേക്ക് വന്നു, മദീനത്ത് വന്നു. ഖലീഫയാണല്ലോ. അല്ലാഹുവേ, ജുമഅക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഊസിയക്കും ബിത്തഖ്വല്ലാഹ്. അവിടെന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. അവിടെന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് പോകാ സമയമായി, എൻ്റെ മരണം അടുത്തു സ്വഹാബ. അടയാളങ്ങൾ കണ്ടു തുടങ്ങി സ്വഹാബ. പടച്ചവനെ അവിടെന്ന് സ്വലാം പറഞ്ഞു പിരിഞ്ഞു. അസർ നിസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു, തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അസ്വലാത്തു ഖൈറും മിനൻ നവൂം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖലീഫയാണല്ലോ. ഇഖാമത്ത് കൊടുത്തു, ഇമാമായി കയറി നിന്നു. സുബഹിക്ക് നമസ്കാരത്തിന് കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി. സൂറത്തു യൂസുഫാണ് ഓതുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫ് ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് സ്വഹാബാക്കൾ പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായി ഒരു ശത്രു കടന്നു വരികയാ. അബൂലുൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നു. ഇമാമത്തായി നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തി കയറ്റുകയാണ്. പിന്നെയും ഊരി കുത്തി ഉമർ തങ്ങൾ കുത്തുകൊണ്ടിട്ട് പിടയുകയാ. ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോ അതാ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബത്ത് അവരിൽ പലരെയും കുത്തി മലർത്തികെട്ടാണ് പോയത്. 6 or 7 സഹാബാക്കൾ പിടയുകയാ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തി മലർത്തി തന്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേര് അല്ലാഹുവേ മരണത്തോട് കിടന്നു മല്ലടിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ആരംഗം കണ്ടുകൊണ്ടിരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആരും നിലവിളിച്ചില്ല, ഒരാളും കൈയടിച്ചില്ല, ഒരാളും ജീവനം കൊണ്ടോടിയില്ല. ആ നിന്ന നിൽപ്പിൽ നിന്ന് ഒരാൾ പോലും അനങ്ങിയില്ല. കാരണം എന്തെന്നറിയുമോ? അവരെവിടെയാ നിൽക്കുന്നത്? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാ. അവര് കൈകെട്ടിയിട്ട് പറഞ്ഞത് വെറുതെയല്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി. അവര് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞതാ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, എന്റെ ജീവിതവും എന്റെ മരണവും നിനക്ക്
നിനക്കാ ഒരാൾ പോലും പതറിയില്ല. എല്ലാവരും അതേ നിൽപ്പ്. ഉമർ തങ്ങൾ പിടഞ്ഞ് വീഴുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബാ, ആരെങ്കിലും കേറി നിൽക്കു സഹാബാ. ഉമർ തങ്ങൾ സൂചന കൊടുത്തു. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് കേറി നിന്നു. ഇമാം നിന്ന സ്ഥലത്തേക്ക് മഹാനബികൾ അവിടെ നിന്ന് കേറി നിന്നു. നിസ്കാരം തുടരുകയാ, നിസ്കാരം തുടരുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടില് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിക്ക്, പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തം പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 പേരെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്ക്. അല്ലാഹു അഅലം. എന്നാൽ ഒരാൾ പോലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. അതേ നിൽപ്പ്. കണ്ണിന്റെ മുന്നിൽ ഒരാൾ കിടന്ന് മരണവിപ്രാളത്തിൽ പിടയുകയാ ഉമർ തങ്ങൾ. ഒരാൾ പോലും അനങ്ങിയില്ല. അങ്ങനെ തന്നെ കൈകെട്ടി നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇമാമ് സൂചന കൊടുത്തു, എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് കയറി നിൽക്കുക. അല്ലാഹു അക്ബർ. മഹാനായ അവിടെ നിന്ന് സഹാബി കയറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ ആ ഉമർ തങ്ങൾ കിടന്ന് പിടയുന്നേ. ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിക്കുക. എന്നിട്ടും കൈയഴിച്ചില്ല സഹോദര. അവിടെ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം പൂർത്തീകരിച്ചു. അതാ നിസ്കാരം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം കിട്ട് പൂർത്തീകരിച്ചു, സലാം വീട്ടി. എല്ലാവരും കൂടെ ഓടിക്കൂടി ഉമർ തങ്ങൾ ബോധം കിട്ട് കിടക്കുക. രക്തം ഇങ്ങനെ ഒഴുക, വായിലൊഴിക്കുന്ന വെള്ളം അടിവയറ്റിലൂടെ പോകും. അങ്ങനത്തെ ഉമർ തങ്ങൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. എല്ലാവരും കൂടിയിട്ട് വിളിക്കുക, അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലോ. എല്ലാവരും വിളിച്ചു, എഴുന്നേക്കണില്ല. ആ സമയത്ത് പള്ളിക്കകത്ത് മകനിരിക്കുന്നുണ്ട്, ഉമർ തങ്ങളുടെ മോൻ. ഉമർ തങ്ങളുടെ പൊന്നുമകൻ പള്ളിക്കകത്തുണ്ട്. എത്ര വിളിച്ചിട്ടും തൻ്റെ വാപ്പ എഴുന്നേക്കാതെ വന്നപ്പോൾ മകനൊരു വഴി പറഞ്ഞു കൊടുക്കുക. എൻ്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറയാം. സഹാബ, എൻ്റെ വാപ്പ എഴുന്നേക്കണോ, എൻ്റെ വാപ്പാടെ ബോധം തിരിച്ചു വരണോ, ഞാനൊരു വഴി പറയാം. എൻ്റെ ഉപ്പാടെ ചെവിയിൽ ആരെങ്കിലും നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറയാൻ. എൻ്റെ വാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അള്ളാഹുവെ, ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, ഉമറേ നിസ്കരിക്കാൻ സമയമായി. അള്ളാഹുവെ, നിസ്കാരമെന്ന് കേൾക്കുമ്പോൾ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഞെട്ടി അങ്ങോട്ട് ഉണർന്നു. നമസ്കാരം എന്ന് കേട്ടതും അവിടെ നിന്ന് പടച്ചവനെ മരണപ്രാളത്തിലും ചാടി അങ്ങോട്ട് ബോധം അങ്ങോട്ട് തിരിച്ചു വന്നു. ഉമർ തങ്ങൾ ആദ്യം ചോദിച്ചത്, നിസ്കരിച്ചോ സഹാബ? നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? സ്വീകരിച്ചു, അൽഹംദുലില്ലാ. മുസ്ലിമാണോ കുത്തിയത്? അല്ല, അൽഹംദുലില്ലാ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇതിനാ നിസ്കാരം എന്ന് പറയാ, ഇതിനാ നിസ്കാരം എന്ന് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 വക്കത്തൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 വക്കത്ത് നിസ്കരിച്ചാൽ മതി. 1 വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം വീട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ.